നമ്മളെ ഫോണിൻ്റെ ഗ്യാലറിയിലുള്ള ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു ഓഡിയോ അത് വാട്സപ്പിലൂടെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വോയിസിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളുണ്ട്, അത് അവർ കേൾക്കരുത്. അപ്പോൾ ആ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതും അല്ലെങ്കിൽ നമ്മളിൽ നല്ലൊരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ ഇടയ്ക്കെങ്ങാനുള്ള ഒരു ചെറിയ ഭാഗം അത് നമുക്ക് കട്ട് ചെയ്ത് റിംഗ് ട്യൂൺ ആക്കണം. ഇങ്ങനെ ഓഡിയോ എഡിറ്റ് ചെയ്യാന്, കട്ട് ചെയ്യാന്, മെർജ് ചെയ്യാന്, അത് മാത്രമല്ല നല്ല അടിപൊളി ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ നമുക്ക് വേണ്ട, അതിലുള്ള ആ ഓഡിയോ മാത്രം വേണം. അപ്പം വീഡിയോയിലുള്ള ഓഡിയോ മാത്രം നമുക്കൊരു MP3 ഫോർമാറ്റിൽ എടുക്കാൻ ഇതിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ. പലപ്പോഴും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. വീഡിയോ ടു ഓഡിയോ കൺവെർട്ടർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതാ ഐക്കണ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഇതിന് വരുന്നത്. ഇവിടെ മേലെ ഏറ്റവും മേലെ ഉള്ളത് വീഡിയോ ടു ഓഡിയോ, അതിനുശേഷം ഓഡിയോ കട്ടുണ്ട്, വീഡിയോ കട്ടുണ്ട്, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ വലിയ എഡിറ്റിംഗ് അല്ല, വീഡിയോ മെർജ് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക, വീഡിയോൻ്റെ സ്പീഡ് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, സ്ലോ മോഷൻ, ലൈറ്റ് സ്ലോ മോഷൻ ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റിലാക്കുക, വീഡിയോ കംപ്രസ് ചെയ്യുക. അതായത് വലിയ ഒരു 100 MB ഉള്ള വീഡിയോ നമുക്കൊരു 20 MB കൺവെർട്ട് ചെയ്തെടുക്കാം. ഇതിനൊക്കെയുള്ള ടൂളുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ താഴെ ഓഡിയോ മെർജ് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക, സ്പീഡ്, അതുപോലെ റിംഗ് ട്യൂൺ ആക്കിയുള്ള വേറെ ഓപ്ഷനും ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ഒരു പെർമിഷൻ ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്താൽ നമ്മളെ ഫയലുകളൊക്കെ ഇതിൽ കാണും. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യാന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ആ വീഡിയോ ഇവിടെ വന്ന് ഇനി നമുക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് ഇവിടെ ഉണ്ടാവും. ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺവെർട്ട് കൊടുത്താൽ ആ വീഡിയോ ഇവിടെ ഓഡിയോ ആയിട്ട് വന്ന് കണ്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, റിംഗ് ട്യൂൺ ആക്കി സെറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഓഡിയോ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് ഏറ്റവും ഉപകാരമുള്ളതായിട്ട് തോന്നിയ സംഭവം ഈ ഓഡിയോ കട്ട് ചെയ്യാനുള്ളതാണ്. ഈ ഓഡിയോ കട്ടൊന്ന് എടുക്കുക. നമുക്കൊരു ആവശ്യമുള്ള ഓഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഒരു ഓഡിയോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഏതാണെന്ന് നോക്കിയെങ്കിൽ ഇതിലധികം ഓഡിയോ ഒന്നുമില്ല. ഇതിൽ നമുക്ക് ട്രിം സൈഡിൽ നിന്നും ട്രിം മിഡിൽ നിന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സ്ലൈഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തെടുക്കട്ടോ. ഇപ്പോൾ ട്രിം സ്ലൈഡറിൽ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗവും അങ്ങ് കട്ടാവും. അതേ നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഭാഗം മാത്രം, അതായത് ഈ ഓഡിയോൻ്റെ നടുക്ക് ഞാൻ ഈ സെലക്ട് ചെയ്ത ആ ഭാഗം മാത്രം അങ്ങ് കട്ടായി പോവും. അപ്പോൾ നമുക്ക് ഒരു ഓഡിയോൻ്റെ ഇടയ്ക്കുള്ള ചില വാക്കുകളോ ചില പോർഷനോ ഒഴിവാക്കണമെങ്കിൽ ഇതുപോലെ ആ ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെക്കൻഡ് ബേസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സേവ് ചെയ്യുന്ന നേരം ആ നടുക്കുള്ള ഭാഗം അങ്ങ് പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് കൺവെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അവിടെ റെഡിയായി. സംഭവം തിരിഞ്ഞിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോൻ്റെ നടുക്കുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. സിമ്പിളായിട്ട് വീഡിയോ കട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഓഡിയോ കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും റിംഗ് ടോൺ ആക്കാനും ഒക്കെ പറ്റുന്ന. പിന്നെ വേറെ ഒന്നുള്ളത് എന്താ വെച്ചാൽ സെറ്റ് റിംഗ് ടോണിനുള്ള ഈ ഭാഗം ഇത് സെലക്ട് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത ആ വോയിസ് ഒക്കെ ഇതിലുണ്ടാവും. നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് റിംഗ് ടോൺ ആക്കുകയും ചെയ്യാം. അടിപൊളി സംഭവം. എന്തായാലും വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിക്ക്. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ. താങ്ക് യു സോ മച്ച്.